പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പം നവ്യയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഇവിടെ കിടന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് പിന്നീട് ഇങ്ങനെ അബിയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ബെഡിലൊക്കെ കിടന്നിട്ട് പില്ലോ ഒക്കെ മുകളിലേക്ക് എറിഞ്ഞ് ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ അബി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവർക്ക് എന്താ വട്ടായി എന്ന് തോന്നുന്നുണ്ടോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ പേരിൽ എൻ്റെ പേഴ്സിൽ നിന്ന് കാശ് പോകുമെന്നുള്ള ചിന്തയിലാണ് കേട്ടോ. എന്നിട്ട് അബി വന്നിട്ട് നവ്യനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നവ്യാണെങ്കിലും ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവ്യനെ ഇങ്ങനെ ആഡ് ഫിലിമാർ ഇങ്ങനെ സെലക്ട് ചെയ്ത കാര്യം പറയുകയാണ്. എൻ്റെ ഫോട്ടോ കണ്ട അപ്പോൾ തന്നെ അവരെന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം നമുക്ക് നന്നായിട്ട് തന്നെ അടിച്ചു പൊളിക്കണം. എന്തായാലും ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് തന്നെ പോകണം എന്ന് പറയുമ്പോൾ അബി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവളുടെ അച്ഛൻ അങ്ങ് ഉരുട്ടി തന്നു വിട്ടേക്കല്ലേ 5 സ്റ്റാർ ഹോട്ടലിലേക്ക് പോകാനേന്ന്. അപ്പോൾ ആ സമയത്ത് നവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം പോവേണ്ടത് ഹോട്ടലിലേക്കൊന്നല്ല അമ്പലങ്ങളിലേക്കാണ് എന്ന് പറയും. അപ്പോൾ ഈ സമയത്ത് ഏത് അമ്പലം തുറന്നു വെച്ചിരിക്കുന്നതെന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ പോകാമല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബീനോട് അങ്ങനെ പറയുന്നുണ്ട്, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സന്തോഷം കളയണം, ഇന്ന് എന്തായാലും നമുക്ക് പുറത്ത് പോകണമെന്ന് നവ്യ പറയാണ് കേട്ടോ. അപ്പോൾ അബിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇന്ന് എനിക്ക് എന്തായാലും പറ്റില്ല, ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, നമ്മളതൊന്നും കഴിക്കാതെ പുറത്ത് പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും അത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ്. ആ സമയത്ത് നവ്യ പറയുന്നുണ്ട്, ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഫുഡ് കഴിക്കുന്നവർ എത്ര പേരുണ്ടാവും, എല്ലാവരും ഓൺലൈനിൽ വരുത്തിയിട്ടൊക്കെ അല്ലേ കഴിക്കുന്നത്, അപ്പോൾ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കൊന്നും അത് ഇഷ്ടമാവില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരിപ്പോഴും മാറിയിട്ടില്ല. പണ്ടൊക്കെ അതിങ്ങനെ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു നാണക്കേടായിരുന്നു, ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോഴത്തെ ജനറേഷനൊക്കെ ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആക്കുന്നത് ഒരു ട്രെൻഡല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അബിയാണെങ്കിലും പറയുന്നുണ്ട്, ഇന്ന് എന്തായാലും പുറത്തു പോകാൻ പറ്റില്ല, അപ്പോൾ എന്തായാലും നവ്യ നാളെ പോകാമെന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം നവ്യാണെങ്കിലും മിസ് ഇന്ത്യ പട്ടത്തിന് മത്സരിക്കുന്ന കാര്യം, അതുപോലെ തന്നെ ആഡ് ഫിലിം, പിന്നെ ഷോർട്ട് ഫിലിം, പിന്നെ പതുക്കെ അങ്ങ് സിനിമാ ലോകത്തേക്ക് കിടക്കണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, സ്വയം പൊക്കിക്കൊണ്ട്. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ ആരുടെ തോളിൽ തൂങ്ങിയാലും വേണ്ടിയില്ല, എൻ്റെ തോളിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ അബിക്കാണെങ്കിലും. പിന്നീട് ആദർശാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൈന റൂമിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ആദർശ് കിടന്നിട്ടില്ലല്ലോ. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ടും ഇങ്ങനെ ആദർശേട്ടൻ ജോലി ചെയ്യുകയാണല്ലോ. അപ്പോൾ ആദർശേട്ടൻ കിടക്കാതെ എനിക്കിപ്പോൾ ഡിസൈൻ വരയ്ക്കാനൊന്നും പറ്റില്ലല്ലോ, ഇങ്ങനെ ആദർശേട്ടൻ ഇപ്പോൾ കിടന്നിട്ടില്ലെങ്കിൽ കൃത്യസമയത്ത് ഡിസൈൻ വരച്ച് തീർക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെയാണ് കേട്ടോ നയനയ്ക്കാണെങ്കിലും. അപ്പോൾ നയന വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടൻ കിടക്കുന്നില്ലേന്ന്. അപ്പോൾ ഞാൻ ലേറ്റ് ആവും, നീ കിടന്നോ എന്ന് പറയാണ് കേട്ടോ ആദർശ്. അപ്പോൾ അതെങ്ങനെ ശരിയാവും. അപ്പോൾ നയന ചെന്ന് വാതിലേക്ക് അടയ്ക്കുന്നുണ്ട്. എനിക്കിങ്ങനെ പിന്നീട് പറയുന്നുണ്ട്, അതെങ്ങനെ ശരിയാവുക, എനിക്ക് ലൈറ്റ് കണ്ടാൽ ഉറക്കം വരില്ല എന്ന് പറയാണ്. അപ്പോൾ അത് ഓഫാക്കാനായിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇങ്ങനെ ലൈറ്റ് ഇല്ലെങ്കിലും വർക്ക് ചെയ്യാൻ അറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും ബെഡൊക്കെ താഴെ എടുത്തിട്ട് കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആദർശ് കിടക്കണമല്ലോ നൈനയ്ക്ക് ഡിസൈൻ വരയ്ക്കണമെങ്കിൽ. അപ്പോൾ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് ഇരുന്നിട്ട് കണ്ണാന്തുമ്പി എന്ന് പറഞ്ഞാൽ പാട്ട് പാടാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ആദർശനാണെങ്കിലും അതിങ്ങനെ ഒരു ശല്യമാണല്ലോ. അപ്പോൾ ആദർശാണെങ്കിലും എന്താ ഇതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പാട്ട് പാടുന്നതെന്ന് പറയാണ് കേട്ടോ. പിന്നീട് ആദർശിനോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഡോക്ടർ ഇങ്ങനെ കൃത്യസമയത്ത് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ജോലി ചെയ്യുന്ന സമയം കഴിഞ്ഞിട്ടും ഇങ്ങനെ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇങ്ങനെ നൈന പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇതിപ്പോൾ വലിയ ശല്യമായല്ലോ എന്ന് പറഞ്ഞിട്ട് നൈനയാണെങ്കിലും അവിടെ നിന്ന് നൈനല്ല ആദർശാണെങ്കിലും അവിടെ നിന്ന് എണീറ്റ് കിടക്കാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നൈനയാണെങ്കിലും അവിടെ ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കിപ്പോൾ ഉറക്കം വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് ഉറക്കം വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നൈനയാണെങ്കിലും അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നൈന ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആദർശ് നോക്കുന്ന സമയത്താണെങ്കിലും കണ്ണടച്ചൊക്കെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യനെ വർക്ക് ചെയ്യാനായി സമ്മതിക്കാതെ ഇപ്പോൾ ഉറങ്ങുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശാണെങ്കിൽ പെട്ടെന്ന് കിടന്നാലും ഉറങ്ങും കേട്ടോ. അപ്പോൾ നൈന മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, കിടന്നാൽ പെട്ടെന്ന് ഉറങ്ങും, അത് നല്ലൊരു കാര്യമായി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റിട്ട് ഇങ്ങനെ അലമാരയൊക്കെ തുറന്നിട്ട് ഇങ്ങനെ ഡിസൈൻ വരയ്ക്കാനുള്ള പേപ്പറും കളറും എല്ലാം മെല്ലെ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. കവറിലിട്ടുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ് പുറത്തേക്ക്. ഇങ്ങനെ വാതിലൊക്കെ മെല്ലെ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് നന്ദു ആണെങ്കിലും അനി ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അനീനെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നന്ദുവിന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മിസ് കോൾ അടിച്ച് ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് മിസ് കോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അനിയാണെങ്കിലും ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, നന്ദുവിൻ്റെ കോള് കാണുന്ന സമയത്ത് മിസ് കോൾ അടിച്ച് പഠിക്കുകയാണ്. അപ്പോൾ വാശിയൊക്കെ ആവിയായി പോയി എന്നാണ് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും തിരിച്ച് വിളിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും അവിടെ അനി ഇങ്ങനെ വിളിക്കുന്നതും കാത്തു നിൽക്കുകയാണ്. മിസ് കോൾ അടിച്ചാൽ അനി തിരിച്ച് വിളിക്കേണ്ടതാണല്ലോ. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്നൊന്നും വിളിക്കുന്നില്ല. അപ്പോൾ അനിയാണെങ്കിലും പെട്ടെന്ന് വിളിക്കേണ്ട, അങ്ങനെ നമ്മുടെ വില കളയണ്ട എന്നുള്ള രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അനിയാണെങ്കിലും തിരിച്ച് വിളിക്കാതെ. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ സമയത്ത് ഫോൺ എടുക്കുന്നൊന്നുമില്ല കേട്ടോ അനിയാണെങ്കിലും. അപ്പോൾ അനിയാണെങ്കിലും പെട്ടെന്ന് അങ്ങ് എടുക്കേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനാണെങ്കിലും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അനി ഇങ്ങനെ ഒരുപാട് തവണ വിളിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ എന്നുള്ള
ചിന്തിച്ചിട്ടാണ് കേട്ടോ അനീനെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എനിക്ക് അനി വിളിക്കാതിരിക്കുന്നതിന് എന്തിനാ അത്ര ടെൻഷൻ, ഈ പോക്ക് അത്ര ശരിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദു ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട്. പിന്നീട് നൈനിയാണെങ്കിൽ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നന്ദു ആണെങ്കിൽ അനി വിളിക്കാത്തതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വലിയ ഇൻസൾട്ടായി എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. അനി ഇങ്ങനെ മിസ് കോൾ കണ്ടാൽ വിളിക്കേണ്ടതാണ്, ഏത് സമയവും അനിയുടെ കയ്യിൽ ഫോണുണ്ട്, ഇത് മനഃപൂർവ്വം വിളിക്കാത്തതാണെന്ന് നന്ദു വിചാരിക്കുന്നുണ്ട്. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ പെൺകുട്ടികൾ തെറ്റ് ചെയ്താലും ഇങ്ങനെ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല, അപ്പോൾ അവരിങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഇങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എന്തായാലും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി വിളിക്കുന്ന സമയത്ത് നന്ദുവിനാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ മിസ് കോൾ കണ്ടിട്ട് എന്താ തിരിച്ച് വിളിക്കാഞ്ഞെന്നൊക്കെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ മിസ് കോൾ കണ്ടാൽ ഇനി അപ്പം തന്നെ തിരിച്ച് വിളിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചില്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ വിളിച്ചില്ലെങ്കിൽ ഇനി ഞാൻ ഇങ്ങനെ നിൻ്റെ വീട് കയറി ആക്രമിക്കും, അതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പോൾ നന്ദുവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ പറയുന്നുണ്ട് ഇത് അനന്തപുരി തറവാടാണ്, അങ്ങനെ ഇവിടെ അനന്തമൂർത്തിയുടെ കൊച്ചുമോനാണ് ഞാനെന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു മുത്തശ്ശൻ്റെ കൊച്ചുമോൻ ഇയാളെങ്ങനെ ആയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിനും വേണം ഒരു ഭാഗ്യം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം അനന്തമൂർത്തിയുടെ കൊച്ചുമോനെ വീട് കയറി ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ളതിലൊക്കെ ഇങ്ങനെ അനിയാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് എന്തായാലും ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നതിനൊക്കെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിലക്കുറവിൽ കിട്ടിയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്നാണെന്നൊക്കെ പറയുന്നുണ്ട് അനിയാണെങ്കിലും. അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ട് എനിക്കതെന്തോ മോശമായിട്ടാണ് തോന്നിയത്, ഇവിടെ അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തായാലും വേണ്ട, ഞങ്ങൾ അങ്ങോട്ടല്ലേ സാധനം വാങ്ങിച്ചു തരേണ്ടത്, എൻ്റെ 2 ചേച്ചിമാർ അവിടുത്തെ മരുമക്കളല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും എൻ്റെ ചേച്ചി പ്രഗ്നൻറ്റും ആണല്ലോ, മൂത്ത ചേച്ചി എന്ന് പറയുമ്പോൾ അവർ പ്രഗ്നൻ്റ് തന്നെയാണോ, അതെന്താ അനി അങ്ങനെ ചോദിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നന്ദു. അപ്പോൾ അവരുടെ നടപ്പും ഇരിപ്പൊന്നും കണ്ടാൽ അങ്ങനെ തോന്നില്ല, ചില സമയത്ത് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടാൽ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളതൊന്നും തോന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2 ചേച്ചിമാരുടെയും സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എൻ്റെ മൂത്ത ചേച്ചിക്ക് നയനേച്ചീൻ്റെ അത്രയും പക്വത ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അവർ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ആദർശാണെങ്കിൽ വെള്ളം കുടിക്കാനായിട്ട് എണീക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ട് നോക്കുമ്പോൾ നയനേനെ അവിടെ കാണാനുണ്ടാവില്ല. അപ്പോൾ റൂമിലൊക്കെ നോക്കുന്നുണ്ട്. പിന്നീട് നൈന ടോയ്ലറ്റിൽ ഇങ്ങനെ പോയതാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നിട്ട് നൈനയെന്നൊക്കെ ഇങ്ങനെ ഡോറിനെ തട്ടി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് തുറന്ന് നോക്കുന്നുണ്ട്, അങ്ങനെ ആരും വിളിയൊന്നും കേൾക്കാതിരിക്കുമ്പോൾ. പിന്നീട് എന്തായാലും ആദർശ് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആ സമയത്ത് നൈനയാണെങ്കിലും ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഡിസൈൻ വരയ്ക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ ആദർശ്. അപ്പോൾ ഇവളെന്താ ഈ രാത്രി വരച്ച് കൂട്ടുന്നതെന്നൊക്കെ ഓർത്തിട്ട് നൈനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ നൈനയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ വരയ്ക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നൈന പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന പോലെ അങ്ങ് എണീക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് എന്താ വരയ്ക്കുന്നത് അതൊന്ന് കാണിക്കാനായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും ആദർശ് അത് തട്ടിപ്പറിച്ചങ്ങ് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പേപ്പറിലാണെങ്കിൽ കോലം വരച്ച് വെച്ചിരിക്കുകയായിരിക്കും കേട്ടോ ചെയ്യുന്നത്. ഇതിങ്ങനെ ദിവസവും മുറ്റത്ത് വരയ്ക്കുന്ന അരിക്കോലല്ലേ, ഇതിപ്പോൾ പേപ്പറിലും വരയ്ക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ റൂമിൽ കിടന്നപ്പോൾ ഉറക്കം വന്നില്ല, ആദർശേട്ടനാണെങ്കിൽ നല്ല കൂർക്കം വലിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ഞാൻ കൂർക്കം വലിക്കാറില്ല എന്ന്, ഇപ്പം മരുന്നൊക്കെ കഴിക്കാൻ തുടങ്ങിയ ശേഷം എന്തായാലും ആദർശേട്ടൻ കൂർക്കം വലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നൈന ഏകദേശമൊക്കെ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ആദർശാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നോട് ഇങ്ങനെ ജോലി സമയം കഴിഞ്ഞിട്ടും വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഇരുന്ന് വന്ന് വരയ്ക്കുകയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ട് പകൽ സമയം മുഴുവൻ ഞാൻ ഓരോ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇപ്പം എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ നാളെ വല്ല കോലത്തിൻ്റെ കോമ്പറ്റീഷനും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ആദർശാണെങ്കിലും അങ്ങനെ നൈനയോട് ചോദിക്കുന്നുണ്ട് നീ കിടക്കുന്നില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നാലും ഉറക്കമൊന്നും വരില്ല, അതുകൊണ്ട് ഞാനിത് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും നീ ഇവിടെ ഇരുന്ന് കോലം വരച്ചോ, നീ തന്നെ ഒരു കോലാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് പോകുന്നത്. റൂമിലേക്ക് പോകുന്ന സമയത്ത് നൈനയോട് ചോദിക്കുന്നുണ്ട് ഇനി എപ്പോഴാണ് റൂമിലേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നൈന പറയുന്നുണ്ട് ഇത് വരച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ കാണുമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് നൈനയാണെങ്കിലും അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്